അങ്ങ് ആദ്യമായി എൻ ഡി എയിലേക്ക് ചേരണം അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേരണം എന്ന് മനസ്സിൽ ചിന്തിക്കുകയും പിന്നീട് ബി ജെ പിയിലെ ഏത് നേതാവുമായിട്ടാണ് ആദ്യം ഇക്കാര്യം ഷെയർ ചെയ്തത്? ഇതൊന്നും നമുക്ക് അതൊക്കെ ഇന്നർ പാർട്ടി വർക്കിംഗ് മെക്കാനിസംസ് ആണ്. അതൊന്നും ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പാർട്ടിയിൽ പ്രവേശിച്ചപ്പോൾ ഒരു വർഷമായി. പാർട്ടിയുടെ സ്ഥാപന ദിവസത്തിൽ തന്നെ ഞാൻ പാർട്ടിയിൽ പ്രവേശിച്ചു. അന്ന് ഞാൻ പ്രവേശിച്ച ദിവസം കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലാണ് എനിക്ക് മെമ്പർഷിപ്പ് തന്നത്. ശ്രീ മുരളീധരൻജിയും സുരേന്ദ്രൻജിയും എല്ലാം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് നഡ്ഡാജി എന്നെ സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ എല്ലാ കേന്ദ്ര നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിലായ എല്ലാവരുമായിട്ടും ഇന്ന് എനിക്ക് എല്ലാവരും എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യം നമ്മൾ പുറത്തൊന്നും പറയാറില്ല. എന്തായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായി വരുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ 2014-ലും 2019 കണ്ടതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോവുകയാണ്. കേരളത്തിലും ഈ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി ഒരു വളരെ പൊട്ടൻ്റായിട്ടുള്ളൊരു രാഷ്ട്രീയ ഫോഴ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നമ്മൾ അക്കൗണ്ട് തുറക്കും. നിരവധി സീറ്റുകൾ നമുക്ക് ലഭിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്രസക്തമാകും. 2026 കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലും ഇവർ ഇനി മുന്നോട്ട് പോകുക ഇവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഇവിടെയും ഭാരതീയ ജനതാ പാർട്ടി നമ്പർ 1 പാർട്ടി ആകുന്നതിൻ്റെ ആ ട്രജക്ടറിയിലാണ്. അത് അധികം താമസിക്കാതെ നടക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ പേഴ്സൻറ്റേജ് മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് കക്ഷികൾക്ക് കിട്ടിയിരുന്നു. അത് പേഴ്സൻറ്റേജ് ഉദാഹരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അത് പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് അങ്ങനെയാണെങ്കിൽ ഇക്കുറി ഒരു സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. ഇതൊരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്സ് മനസ്സിലാക്കാത്തവരാണ് ഈ ചെയ്യുന്നത്. കാര്യം ബി ജെ പിക്ക് മാത്രം 36% വോട്ടുകളുണ്ടായിരുന്നു. എൻ ഡി എക്ക് 47% ഉണ്ടായിരുന്നു. പ്രാവശ്യം പലയിടത്തും ബാക്കി എല്ലാവരും 50 പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് 51% ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മാത്തമാറ്റിക്കലി തിയററ്റിക്കലി ഇതൊന്നും പോസിബിൾ അല്ലേ. ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തുമെല്ലാം 350-360 സീറ്റൊക്കെ ലഭിച്ചുകൊണ്ടിരുന്ന കാലത്തും ഏകദേശം 40-45-50% വോട്ടൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാർലമെൻ്ററി സിസ്റ്റത്തിൽ അവസാനം പല കാരണങ്ങളാൽ ഓരോ സീറ്റും നിങ്ങൾക്കറിയാം. ഇപ്പം സീറ്റുകൾ ലഭിക്കുന്നു, ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടി ഗവൺമെൻറ് ഉണ്ടാക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും 360-370 സീറ്റുകൾ നമുക്ക് ലഭിക്കും. പിന്നെ എല്ലായിടത്തു നിന്നുമുള്ള നമ്പർ പറക്കിയിട്ട് നമുക്ക് ഇത്രയും നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പാർലമെൻ്ററി സിസ്റ്റം മനസ്സിലാക്കാത്തവർ പറയുന്ന കാര്യങ്ങളാണ്.